ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. പൊങ്കാല പൊങ്കാല കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഡിലേ ആയിപ്പോയി ഞാൻ വീഡിയോ ഇടാനായിട്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രീസ് ആയോ എന്നൊരു ഡൗട്ടുണ്ട് ചാനൽ. ഷോർട്സ് ഒന്നും വലിയ രീതിയിൽ പോകുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഡെയിലി ഒരു 10ൽ കുറയാതെ സബ്സ്ക്രൈബർ വരുന്നുകൊണ്ടിരുന്നതായിരുന്നു. ചാനലൊന്ന് റീച്ച് ആയിക്കൊണ്ടിരിക്കുക തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരു 2-3 ദിവസം ലോങ് വീഡിയോ ഇന്ന് ഷോർട്സ് ഇടുമായിരുന്നു. ലോങ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഒന്ന് ഇതായത് കാരണം ചെറുതായിട്ടൊന്ന് ഫ്രീസ് ആയിട്ടുണ്ട് യൂട്യൂബ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് പറഞ്ഞത് നമ്മൾ തുടരെ നമ്മൾ വീഡിയോ ഇട്ടാലും നമുക്ക് നമ്മളെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കാണാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മൽ ഉണ്ടോ? കമ്മൽ ഇഷ്ടമായോ? ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇട്ടതായിരുന്നു. ഇന്ന് ഞാൻ ആലോചിച്ച് ഇന്ന് എന്ത് വീഡിയോ ഇടണം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു കമ്മൽ ഹണി റോസിൻ്റെ ആക്ട്രസ് ഹണി റോസിൻ്റെ കാതിലൊരു കമ്മൽ ഇടക്കണേ. ലേറ്റസ്റ്റായിട്ട് ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂവിൽ ഹണി റോസിൻ്റെ കാതിലൊരു കമ്മൽ ഇടക്കുന്നുണ്ട്. അപ്പോഴേ അന്ന് മുതലേ മനസ്സിൽ വിചാരിച്ചു ഇതേപോലത്തെ ഒരു കമ്മൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിടാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കമ്മൽ. അപ്പോൾ എന്നാൽ പിന്നെ ഈ കമ്മലിന് മാച്ച് ചെയ്ത് ചേരുന്നില്ല. അപ്പം ഈ കമ്മലിന് മാച്ച് ഒരു മാല നമുക്ക് ഉണ്ടാക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിൽ വന്ന് അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തീരുമാനിച്ചത് എന്തെടുക്കണമെന്നുള്ളത്. ആ മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പ്ലെയിൻ ചെയിനാണ്. കഴിഞ്ഞ വീഡിയോയിലിട്ട കരിമണി മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്ത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിരുന്ന സമയത്താണ് എനിക്ക് ആ കമൻ്റൊക്കെ വായിക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ അങ്ങ് ഉണർന്നു. അപ്പം നമുക്ക് ഈ ചെയിനിൽ പേൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടിയല്ലേ എടുക്കുന്നത്. ഇതങ്ങനെയല്ല, അത് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് വളരെ കുറച്ച് സാധനങ്ങൾ മതി ചെയിൻ ഉണ്ടാക്കാനായിട്ട്. ആവശ്യമായിട്ട് വേണ്ടത് ഈ പ്ലെയിൻ ചെയിന് വേണം. പിന്നെ ഫ്യൂസ് സ്റ്റാർ, പേള് 6 mm പേളാണ് ഈ കിടക്കുന്നത് 10 mm പേളാണ്. 6 mm പേള്, ഹൂക്ക്, സൈഡ് റിങ്, ഇത്രയാണ് നമുക്ക് ഈ മാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ബാക്ക് ക്യാമറയിൽ കാണിക്കണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് ലാസ്റ്റ് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് പിന്നെ കട്ടിങ് പ്ലെയറും പ്രസ്സിങ് പ്ലെയറും വേണം. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് എന്തുണ്ടാക്കിയാലും നമുക്ക് ഈ സാധനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമുക്ക് ഈ ചെയിൻ ഉണ്ടാക്കാൻ നമുക്ക് 2 പ്രസ്സിങ് പ്ലെയർ വേണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫ്യൂസ് സ്റ്റാർ ഇങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തപ്പോഴത്തേക്കും അത് ശരിയായില്ല. നമുക്കെല്ലാം ഒരു പരീക്ഷണമാണല്ലോ. 2 സൈഡിലുള്ള മുട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെയിൻ കെട്ടാം. എന്നിട്ട് സാധാരണ രീതിയിൽ കെട്ടുന്നത് പോലെയുള്ള ഒരു ഇതല്ല ഇത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് തികഞ്ഞില്ല. അപ്പോൾ നമുക്ക് മുഴുവനോടെയുള്ള ഇത് തന്നെ വേണം. ഇങ്ങനെ ചെയിനിൻ്റെ എൻഡ് ഹോളിൽ ഫ്യൂസ് സ്റ്റാറിൻ്റെ ഒരു സൈഡ് കയറ്റി ഈ സൈഡിൽ ഒരു പേളിടുക. എന്നിട്ട് ഇതിൻ്റെ അടുത്ത എൻഡിൽ കയറ്റുക, ഫ്യൂസ് സ്റ്റാർ കയറ്റുക. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇനി ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള ഈ കമ്പിനെ വളച്ച് ഈ മുത്തിനകത്ത് കയറ്റി ഇപ്പുറത്ത് കൊണ്ടുവരിക.
തിരിച്ചതുപോലെ ഈ സൈഡിലുള്ള കമ്പി വളച്ച് ഈ മുത്തിനകത്തൂടെ കയറ്റി ഇപ്പുറത്തോട്ട് ആ കമ്പി എടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡും കമ്പി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പ്രസ്സിംഗ് പ്ലെയർ എടുത്ത് ഈ സൈഡിലെ കമ്പിയും പിടിച്ച് അടുത്ത പ്രസ്സിംഗ് പ്ലെയർ എടുത്ത് ഈ സൈഡിലെ കമ്പിയും പിടിച്ച് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ നല്ല ടൈറ്റായിട്ടിരുന്നോളും. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ ബാലൻസ് വന്ന ഈ കമ്പീനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു കെട്ടിയിട്ട് മാറ്റാം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോറായിരിക്കും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ മുത്ത് എങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറ്റിയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് മാക്സിമം അകത്തോട്ട് വെച്ച് തന്നെ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളെ ദേഹത്ത് കൊള്ളും. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാലൻസ് കമ്പി എന്തെങ്കിലും നമുക്ക് കൊള്ളുന്നൊന്നും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതെങ്ങനെയാണ് കയറ്റിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ഇനി നമുക്ക് ഒരളവിന് ഇതെടുക്കാം. ഇത്ര ചെയിൻ വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് അടുത്ത മുത്ത് ഒരുക്കാം. ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് ചെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അളവിന് പിടിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യുന്നില്ല, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യുന്നുള്ളൂ. എന്നാലേ ഈ മാലയ്ക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ രണ്ട് സൈഡിലെ മുട്ട് കളഞ്ഞിട്ട് കമ്പിയേറ്റി ഒരു മുത്തിട്ട് ഈ ചെയിനിൻ്റെ എൻഡിൽ അടുത്ത് കയറ്റി ഇതിനെ നമുക്കിനി വളച്ച് ഈ മുത്തിൻ്റെ അപ്പുറത്തൂടെ കയറ്റാം. മുത്തിനകത്തൂടെ കയറ്റി ഇത് കണ്ടോ, ഈ സൈഡ് വന്നുണ്ടോ, തിരിച്ചതുപോലെ ഈ സൈഡിലുള്ള കമ്പി മുത്തിനകത്തൂടെ കയറ്റി ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരണം. സൈഡ് വന്നതിന് ശേഷം ഒരു സൈഡിലുള്ളത് ഇത് വെച്ച് പിടിക്കുക, അടുത്ത സൈഡിലുള്ളത് അടുത്ത പ്രസ്സിംഗ് പ്ലെയർ വെച്ച് പിടിച്ച് വലിച്ച് എടുക്കാം. ഇച്ചിരി കൂടെ വരാനുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുക. ഇനി ഇവിടെ നിന്ന് ബാലൻസ് വന്ന ഈ ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം.
2 ഇനി ചെയ്യേണ്ടത് ഈ ചെയിനിൻ്റെ ഈ അളവ് എടുക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇനി നേരത്തെ പോലെ തന്നെ 2 സൈഡിലെ മുട്ട് കട്ട് ചെയ്ത് കൊരുക്കാം. ഇതും കൂടെ കാണിച്ചിട്ട് ഇനി മാല ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. മുത്ത് കയറ്റി രണ്ട് സൈഡിലെ കമ്പി കട്ട് ചെയ്തെടുത്ത് 3 കണ്ടോ. ഇനി എത്ര നീളത്തിനാണ് വേണ്ടത് എന്നുള്ളത്, അതായത് നേരത്തെ ഞാൻ മറ്റേ മാല ചെയ്തതുപോലെ തന്നെ കഴുത്തിന് ചുരിദാറൊക്കെ ഇടുമ്പോൾ കഴുത്തിന് മേളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഈ മാലയും ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പേൾ മൊത്തം കൊരുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇറക്കത്തിനുള്ള മാലയാണ് ചെയ്തത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ സൈഡ് റിങ് കെട്ടി, ഇനി ഈ സൈഡ് കെട്ടുന്നത് കാണിച്ചു തരാം. ഫ്യൂസ് സ്റ്റാറിൻ്റെ പകുതി എടുത്തതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഈ ചെയിനിൻ്റെ എൻഡിൽ കയറ്റുക. സൈഡ് റിങ് എടുത്ത് ഇതിലിട്ട് മടക്കി ഈ സൈഡ് റിങ് പിടിച്ചിട്ട് വേണം ഫ്യൂസ് സ്റ്റാർ കെട്ടാനായിട്ട്. ചുറ്റിച്ചെടുക്കണം. പ്രസ്സിങ് പ്ലെയർ പിടിച്ച് കമ്പി ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കണം. അപ്പോഴേ ഇതവിടെ ഇരുന്നോളും. ബാലൻസ് വന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് ആ കമ്പിയെ ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ സൈഡ് റിങ്ങിൻ്റെ ഒരു അരം പോലെ ഇരിക്കണം, അതിനങ്ങ് വലിച്ച് കളയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് കമ്പി നമുക്ക് വളച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സൈഡ് റിങ്ങും കെട്ടി. ഇതാണ് അപ്പോൾ മാലയുടെ ഫൈനൽ ലുക്ക്. ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം, കഴുത്തിലിടുന്നതും കാണിച്ചു തരാം. നമ്മൾ ഇത് കൊളുത്തിട്ടു. നമ്മൾ എസ് കൊളുത്താണ് എടുത്തത്. ഇതിന് ലോക്കറ്റ് വേണ്ടല്ലോ. ഇതാണ് മാലയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് മാലയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇത്ര ചെയിന് ഇത്ര ഡിസ്റ്റൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇതിൽ നിന്ന് കുറച്ചും കൂടെ അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ചെയിന് കുറച്ചും കൂടെ നീളത്തിന് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
അപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ കഴുത്തിലിടുന്നത് കാണിച്ചു തരാം. അപ്പോൾ മാല എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ കമ്മലിന് മാച്ച് മാല. അപ്പോൾ നമുക്കിത് കഴുത്തിലിടാം. സൂപ്പർ ഉണ്ടോ? കൊള്ളാം. ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. കമ്മലിന് മാച്ച് മാല. നമുക്കിതിൽ ഈ പേളിൽ തന്നെ നമുക്ക് ലോക്കറ്റ് പോലെ ചെയിൻ തൂങ്ങി ഇങ്ങനെ ഒരു ചെയിൻ നല്ല നീളം വന്നിട്ട് അതിൻ്റെ ചെറുത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ലോക്കറ്റ് പോലെയും ചെയ്യാം കേട്ടോ. ഈ മാലയിൽ കുറച്ചും കൂടെ മേളിൽ വന്നിട്ട് ഇത്ര ഇറക്കത്തിൽ ഇവിടെ വന്ന് നമുക്കിങ്ങനെ ചെയിൻ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ചെയ്തിട്ട് തരാം. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ തൊട്ട് മുന്നേ ആലോചിച്ച് എന്ത് വീഡിയോ എടുക്കണം, അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഇത് പിന്നെ ഹണി റോസിൻ്റെ കാതി കിടന്നപ്പോഴേ ഒരു നോട്ടം ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരെണ്ണം ചെയ്തു. പക്ഷെ കൊള്ളാം കേട്ടോ, സൂപ്പറായിരിക്കും, അടിപൊളി. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഈ വീഡിയോ ഇഷ്ടമാവും. ഇതിൽ കൊടുത്തിരിക്കുന്ന ചെയിന് ഗ്യാരണ്ടി ഉള്ള ചെയിനാണ്. ഇതിൽ കൊടുക്കുന്ന ഈ റിങ്, ഈ ചെയിനും ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സാധനം എല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പം കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും ക്യാമറ വെച്ച പൊസിഷൻ കറക്റ്റാണോ, നിങ്ങൾക്കത് കാണുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എന്നെ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. എന്തായാലും എനിക്ക് ഈ മാല നല്ല ഇഷ്ടമായി. നിങ്ങൾ ഉണ്ടാക്കിയിടണം കേട്ടോ. സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കും, സൂപ്പറായിരിക്കും. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ. നിങ്ങൾ ഈ മാല ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ കമ്മലും കൂടെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.